എനി ബേബി പ്ലാൻ? ബേബി പ്ലാന് അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പിന്നെ ഈ വർഷം അച്ഛനായ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഹേ ഗൈസ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അറ്റ് ലാസ്റ്റ് ഐ ആം പ്രഗ്നൻറ്റ്. ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ, ആരോടും പറഞ്ഞിട്ടില്ല. സോ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ എനിക്കിത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഭയങ്കര സന്തോഷമുണ്ട്. അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ ഇന്നേ വരെ ലൈഫിൽ നമ്മൾ അനുഭവിക്കാത്തൊരു ഫീലില്ലേ, എന്താ പറയുക, എനിക്ക് ഇങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രഗ്നൻ്റാണെന്നുള്ളത്. ഇതിപ്പോൾ ആരടുത്തും ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ചേട്ടൻ്റെ തന്നെ ആദ്യമായിട്ട് എനിക്ക് പറയണം. ചേട്ടൻ ജിമ്മിൽ പോയേക്കാണ്. സോ ജിമ്മിൽ നിന്ന് വന്നിട്ട് ചേട്ടനോട് പറയണം. അപ്പോൾ എന്നിട്ട് ചേട്ടൻ്റെ റിയാക്ഷൻ നോക്കണം. സോ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ നമുക്ക് ചേട്ടൻ വന്നിട്ട് ചേട്ടൻ്റെ റിയാക്ഷൻ വീഡിയോ നോക്കാം. സന്ധ്യവാട്ടാ, ഇതാ ഗിഫ്റ്റ്. സത്യം എന്തൊന്നും അറിഞ്ഞൂടാത്ത പോലെ. ഇതില് കൺഫേം ആണ്. പക്ഷെ നമുക്ക് സ്കാനും കൂടെ ചെയ്ത് മറ്റേ കൂടെ ചെയ്താലേ കറക്റ്റ് അറിയാൻ പറ്റൂ. നാളെ ഇനി പോയി ചെക്ക് ചെയ്യണം, എങ്കിലും നമുക്ക് കൺഫേം പറയാൻ പറ്റുള്ളൂ. 2025 നല്ല തുടക്കമാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ എനിക്ക് പീരിയഡ്സ് ചെറുതായിട്ട് ഡിലേ ആയി തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഹാപ്പി ഇത് കറക്റ്റ് ആണോ നമുക്ക് പോയി കൺഫേം ആവാൻ. അപ്പോ ഇപ്പം തന്നെ ഡോക്ടറിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് ശനിയാഴ്ചത്തേക്ക്. കോസ്മോയിലാണ്. കാരണം അവളുടെ അമ്മ അവിടുത്തെ ഹെഡ് നേഴ്സാണ്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരാള് ഉള്ളത് നമുക്ക് കുറച്ചും കൂടി ഒരു ധൈര്യമല്ലേ. ആന്റിയെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആന്റി ഹാപ്പിയാണ്. ഞാൻ പിന്നെ എൻ്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കെല്ലാവരും സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പോയി ഡോക്ടറിനെ കണ്ട് കൺഫേം ആയതിനു ശേഷം പറയാന്നുള്ളതാണ്. ഇനി അഥവാ കൺഫേം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം വരില്ലേ. അതുകൊണ്ട് ആരുടെ ഇങ്ങനെ പറഞ്ഞില്ല. എല്ലാം കൺഫേം ആയതിനു ശേഷം പറയാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും ശനിയാഴ്ച വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എനിക്കില്ല. കാരണം ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ. ബാക്കി അങ്ങനെ എനിക്ക് കാര്യത്തിൽ ടെൻഷൻ വരാത്തതാണ്. ഈ ഒരു കാര്യത്തിൽ എന്തോ ഒരു ചെറിയ ടെൻഷൻ പോലെ. എനിക്ക് എല്ലാ കാര്യത്തിലും ടെൻഷനാണ്. എന്തായാലും ഹാപ്പി. 2025 അച്ഛനാവോ? ഇത് കറക്റ്റ് ആണെങ്കിൽ അച്ഛനാവോ? ഇത് കറക്റ്റ് ആണ് സാധനം. എന്തായാലും കറക്റ്റ് ആയിരിക്കുമല്ലോ കേസ്. കാരണം ഒന്നുമില്ലാതെ ഇതിലിങ്ങനെ തെളിയില്ലല്ലോ. പോസിറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. 2025 തുറക്കം എന്തായാലും കൊള്ളാം. ഞാൻ മേഘയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു. മേഘ എനിക്ക് അതിന്റെ ഡബിളിന്റെ ഇരട്ടി എത്രയുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അൺഎക്സ്പെക്ടഡ് വൺ കിട്ടിയിരിക്കുകയാണ്. കിട്ടില്ലെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ അങ്ങനെ ശനിയാഴ്ച ആയിരിക്കുകയാണ്. ഇന്നാണ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത്. ടെൻഷനുണ്ട്, നല്ല ടെൻഷൻ. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മറ്റേ പ്രഗ്നൻസിക്ക് നമുക്ക് ഫുൾ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. കറക്റ്റ് പോയി കൺഫേം ചെയ്താലേ ഒരു സന്തോഷിക്കാൻ പറ്റുള്ളൂ. 3 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം പോയ ഒരു ഫീലാണ്. പയ്യെ എഴഞ്ഞാണ് പോയത്. സത്യം കൊറേ നാളായതുപോലെ ഇരിക്കണല്ലേ ടെസ്റ്റ് ചെയ്തിട്ട്. ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോഴെപ്പോഴും കണ്ടോ സമയമായതുള്ള. പോയി നോക്കാം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഓരോ ചെക്കപ്പ് ആയിട്ട് നടത്തുകയാണ്. ചെയ്ത് ഡോക്ടറിനെ കണ്ടാൽ മതി മതി. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോ ബ്ലഡ് ടെസ്റ്റും യൂറിനും ബ്ലഡ് ടെസ്റ്റും എടുത്തു. ഏകദേശം ഒരു 6 കുപ്പി ബ്ലഡ് എടുത്തിട്ടുണ്ട്. 6 സിറിഞ്ച് 6 മറ്റേ ടെപ്പയില്ലേ ലാബിന്റെ മറ്റേ ടെസ്റ്റ് പോലത്തെ. അതിനുള്ള ബ്ലഡ് ഒന്നും ഇല്ല. ഉണ്ട് ഇങ്ങനെ മറ്റേ തിരമാല വരണ പോലെ ക്ലിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇനി അടുത്ത് അൾട്രാസൗണ്ട്. ഇനിയാണ് സ്കാൻ ചെയ്യാൻ. പിന്നെ ഡോക്ടർ വരുന്നതേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് അപ്പോൾ എടുത്തിട്ട് നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ
എന്ന് പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ലിഫ്റ്റ് ഭയങ്കര ലാഗാണ്. മന്ത്രിമാർ ഇതിൽ നേരത്തെ വരും, അതുകൊണ്ടാണ് സത്യം പറഞ്ഞ് കാത്തിരിക്കാൻ. രണ്ടുപേരും നിലയും കൂടിയാണ്. 4th ഫ്ലോറല്ലേ, ഒരു എക്സസൈസ് ആയിക്കോട്ടെ. കിതക്കല്ലേ മേഘ, എന്തൊക്കെ എക്സസൈസ് ചെയ്യാൻ കിടക്കുന്നു. ഇവളുടെ അമ്മ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ. ആന്റി ഇതിന് ആന്റി ഇവിടെ എത്ര വർഷമായി ഇവിടെ? 20 വർഷം ഇവിടുത്തെ ഹെഡ് നേഴ്സാണ്. പിന്നെ ഇവിടെ അനിയത്തി ഉണ്ട്, 27 വർഷമായി. പിന്നെ ഇവിടെ അനിയത്തി എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ പിന്നെ ഇവിടുത്തെ ഇത് ലിഫ്റ്റ് ഭയങ്കര ലാഗാണ്. Guys, 6 weeks ആയിരിക്കും. ആറാഴ്ച 5 ദിവസമായിരുന്നു. പൊടി എന്താ കിടക്കുന്നത്? ഞാൻ ഗസ് ചെയ്തത് 3 ആഴ്ചയാണ്. 3 ആഴ്ച 5 ദിവസം കഴിഞ്ഞു. എന്ത് തോന്നണേ? അമ്മയാണ് ആദ്യമായിട്ട് സന്തോഷം. ഇനി പറഞ്ഞു ശരിയാവില്ല. അമ്മ എത്ര വർഷമായി മലയാളം കയറിയിട്ട് പറഞ്ഞോളൂ. നമ്മൾ നേരത്തെ 29 വർഷമായി. 29. സോറി, 2 വർഷം എക്സ്ട്രാ ആയിട്ടുണ്ട്. 29. മേഘ അമ്മയായി. മേഘ അമ്മയായി. ഞാൻ ഇവളെടുത്താണ് ആദ്യമായിട്ട് പറഞ്ഞത്, അറിയാമോ? ടോക്കിയുടെ ഞാൻ ആദ്യം ആകെ ടോക്കി അടുത്ത് പറഞ്ഞു. ടോക്കി റെസ്പെക്ട് ഉണ്ട്. ടോക്കി 10 28 ടെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇവളെടുത്താണ് പറഞ്ഞത്. ടോക്കി 29 കുട്ടികളെ പ്രസവിച്ച അമ്മയാണ്. അതെ, റെസ്പെക്ട്. എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്. റെസ്പെക്ട് ബട്ടൺ. നല്ല സന്തോഷമാണ്. തുള്ളിക്കായി ടോക്കി റെസ്പെക്ട് ബട്ടൺ. സന്തോഷമാണ്. ടോക്കിക്ക് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് മട്ടൻ ചാപ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ടോക്കിക്ക് കൂട്ട് വരാൻ പോണിനി. ടോക്കിക്ക് ഒരു കൂട്ട് പോസിറ്റീവ് ആയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഏകദേശം 2 ആഴ്ച എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, 2 അല്ലെങ്കിൽ 3 ആഴ്ച. പക്ഷേ 6 വീക്കും 5 ഡേയ്സും. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ടാണ് ഞാൻ കട്ടറിലൊക്കെ പോയി വണ്ടി എടുത്തോണ്ട് പോയത്. എത്ര കട്ടറിലെന്ന് അറിയാമോ പോയി ഇറങ്ങിയത്, ദൈവമേ സൂക്ഷിക്കാതെ. എന്തായാലും സോ ഹാപ്പി. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന കുട്ടി ആയില്ലേ എന്നുള്ള ചോദ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം. സാധാരണ എല്ലാവരുടെ വീട്ടിലും അത് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ ചോദ്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് തോന്നി 1 വർഷമൊക്കെ ഒന്ന് കല്യാണം കഴിഞ്ഞ് എൻജോയ് ഒക്കെ ചെയ്തിട്ട് കൊച്ചു മതി എന്നുള്ളതായിരുന്നു. അപ്പൊ കറക്റ്റ് ആയി. അനിയത്തിക്ക് ഇത്ര ഉള്ള സന്തോഷം വാങ്ങി ഡ്യൂട്ടി കഴിഞ്ഞെങ്കിൽ വാ. ചുമ്മാ കുറച്ചുകൊണ്ട് പോകത്തേ ഉള്ളത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പൊ ആഹാരം കഴിക്കുന്ന സമയം, അതുകൊണ്ട് ഡ്യൂട്ടി കാണിക്കുന്ന അന്മാർന്നതാ. നിനക്കല്ലേ മേമ എന്തെന്തോ പറയല്ലോ അവള്. മേമയുടെ സുന്ദരി കുട്ടി ആരാ ആ വീട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അതെ, ഇത് എങ്ങനെ നമുക്ക് ഇതപ്പോ അറിയാൻ പറ്റുമോ? സിംഗിൾ ട്വിൻസ് ആണ്. ഇപ്പൊ സിംഗിൾ എന്നാണ് പറഞ്ഞേക്കണത്. സിംഗിൾ ട്വിൻസ് ആയിരുന്നെങ്കിൽ അടിപൊളി. എനിക്ക് വരുന്നില്ലേ ഏതായാലും കൂടെ പറയാം. ഇതിങ്ങനെ അനങ്ങിയാടി. ഇത് ഓടി കളിച്ചത് 2 റൗണ്ട്. ആ ഒരു ഇച്ചിരി ഇവിടെ ഉള്ളാരും അത് അനങ്ങിയാന്നൊക്കെ. ഇവള് ഇപ്പൊ 6 ആഴ്ചയാണെങ്കിലും ഇവിടെ 10 മാസത്തിന്റെ പ്രവൃത്തികളാണ് ഇപ്പൊ വീട്ടിൽ കാണിച്ചോണ്ടിരിക്കണത്. ഇനി അടുത്ത മാസമാണ് സ്കാനിങ്ങിന് പോകേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ വീട്ടിൽ ആരും ഇല്ല. അപ്പൊ എല്ലാവരുടെയും റിയാക്ഷൻസ് എടുക്കണം. അപ്പൊ അത് അടുത്തൊരു വീഡിയോ വരെ. ബൈ ഗൈസ്.